വെക്കേഷനൊക്കെ അല്ലേ കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറിക്കാൻ വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്തയോ മക്രോണിയോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മക്രോണി വെച്ചിട്ടും ഇത് അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിങ്ങനെ നന്നായിട്ട് വെന്തൊടയരുതേ, ഉടഞ്ഞു പോകരുത്. അതിൻ്റെ മുന്നത്തെ സ്റ്റേജിൽ ഇതിൽ നിന്ന് കോരിയെടുക്കണം. ഊറ്റിയെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിലെ പശ മുഴുവൻ പോയി പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം കൊണ്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തു, പിന്നെ ഈ ഒരു സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ചെയ്തെടുക്കേണ്ടത് എന്താ വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടി പിടിക്കുകയൊന്നുമില്ല. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ വരും, ഒരു സൗണ്ട് കേൾക്കാം. അത് ഇങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള രണ്ടാമത്തെ ബാച്ച് ഇതേപോലെ ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറും കാണാനൊരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ഇങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതും ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂണായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ചും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാസ്തയുടെ കുർക്കുറ റെഡി ആയിട്ടുണ്ട്. ഇത് മക്രോണ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്